ഇന്ന് നമ്മുടെ ക്രാഫ്റ്റ് പരിപാടിയൊന്നും വേണ്ട. ഇന്ന് വല്ലത് എമ്മി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് പൊട്ടോറ്റോസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആളുടെ തൊലിയൊക്കെ നൈസായിട്ട് ഉരുടുക്കുക. സോറി, ഇതല്ല, ഇനി ഓരോന്നും എടുത്ത് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് എന്റെ കൈ മുറിഞ്ഞൊന്ന് വരും. അതുകൊണ്ട് നമുക്ക് കട്ടിംഗ് ബോർഡ് വെക്കാം. ഈ കട്ടിംഗ് ബോർഡ് കണ്ട് നിങ്ങൾ ഇന്നെ കുറ്റം പറയുന്ന എനിക്കറിയാം, പക്ഷെ വേറെ വഴിയില്ല. ഇപ്പൊ ഇതല്ലാതെ വേറെ ഇല്ല. അപ്പൊ കട്ടിംഗ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇനി അത് 10 മിനിറ്റ് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് സെറ്റാക്കി എടുക്കാം. ചെറുതാക്കി കട്ടാക്കി അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, സുർക്ക, കോൺഫ്ലവർ, ഇനി വെൽ മിക്സ്. ഇനി ഞാൻ ഒഴിച്ച സുർക്ക ഏതാന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് വേണ്ട, അത് ആപ്പിൾ സുർക്കയാണ്. ഇനി കൂൾ വാട്ടറിന് നല്ല വെട്ടി തിളക്കുന്ന ചൂടുവെള്ളത്തിലോട്ട് നമ്മളെ കഷ്ണങ്ങൾ ഇടുക. കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 80% വെന്ത് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് കോരി മാറ്റേണ്ടതാണ്. അതിലെ വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്ത് കളയും വേണം. ഇതിനൊക്കെ ശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് വെച്ച് മിക്സ് ആക്കുന്നത്. ഇനി ഇത് രണ്ടും നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. പൊരിച്ചെടുക്കാന്നല്ല, പൊരിച്ച് കോരിയെടുക്കാം. പിന്നെ ഈ എമ്മി എന്ന് പറയുന്നത് കഴിക്കുന്നതിലൂടെ മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തില് അത് കാണലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളാ ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒട്ടും കുറവ് വരുത്തണ്ട. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചീസും ഇട്ട് നമുക്ക് എയർ ഫ്രൈയിലോ അല്ലെങ്കിൽ ഓവനിലോട്ട് വെക്കാം. നമ്മളെടുത്തുള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. നമ്മുടെ പാത്രം എയർ ഫ്രൈയിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ വാടി ഉണങ്ങിയതാണെങ്കിലും വേണ്ടിയില്ല, ഒരു മല്ലിയിലയും കൂടി വെല്ല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.